ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഭീതി പടർത്തുകയാണ്. ഇടുക്കി പീരുമേട്ടിൽ ഏലപ്പാറ ടൗണിന് സമീപം എത്തിയ കാട്ടാനയാണ് നാട്ടുകാരിൽ ഭീതി ഉളവാക്കുന്നത്. ആനയെ തിരികെ കാട്ടിലേക്ക് വിടാൻ വനവകുപ്പ് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ വിഫലമാവുകയാണ്. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധത്തിലാണ് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ. കഴിഞ്ഞ ദിവസം നാട്ടിലിറങ്ങിയ കാട്ടാന ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമായി കറങ്ങി നടക്കുകയായിരുന്നു. ടൗണിന് സമീപം ശാന്തിനഗർ ഭാഗത്തെത്തിയ കാട്ടാനയെ കണ്ട് നാട്ടുകാർ ബഹളം വെച്ചതോടെ ആന സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് കയറി. പിന്നീട് ആന പുതുലയം ഭാഗത്തെത്തി. ഈ സമയം ഈ ഭാഗത്തുകൂടി ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന യാത്രക്കാർ കാട്ടാനയെ കണ്ടതോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി. നിരവധി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പണിക്കിറങ്ങുന്നതും അധിവസിക്കുന്നതുമായ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ആന ഞാൻ ഇറങ്ങി വീട്ടിൽ താഴെ ഇറങ്ങി പോകുമ്പോൾ ആന എൻ്റെ മുമ്പ് വന്ന് നിൽക്കുമായിരുന്നു. അതിന് മുന്നേ അവിടെ വാര അവിടെ വെട്ടി അവിടെ വലിച്ച് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ കയ്യാലൊക്കെ പോയിട്ടുണ്ട്. അവിടെ അതിലേ കയറി ഇതിലേ വരുമ്പോഴാണ് ലയൻസിലടുത്ത് ഞാൻ ഇറങ്ങി ഈ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആന നേരിട്ട് കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് ഓടി വരുമ്പോഴാണ് പിള്ളേരുടെ കഥവൊക്കെ തുറന്നല്ലേ കിടക്കുന്നത്. കഥവടയ്ക്കാനായിട്ട് എല്ലാവരും വിളിച്ച് പറയുകയും ചെയ്യും. ആദ്യമായാണ് ഇത്തരത്തിൽ ആന ഈ മേഖലയിലേക്ക് എത്തുന്നതെന്നും ഭയപ്പാടോടെയാണ് വീടുകളിൽ കഴിയുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് വിളിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പണിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടിക്ക് എടുത്താന്ന് സാറേ. ഫോറസ്റ്റുകാർ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടില്ല. താഴെ വന്നത് ഫോറസ്റ്റുകാരൊക്കെ വന്നെന്ന് പറഞ്ഞ്, പക്ഷെ ഞങ്ങൾ അവരെ കണ്ടില്ല. ഇവിടെയൊക്കെ റിപ്പോർട്ടെന്ന് പറഞ്ഞു. വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം വനാതിർത്തിയിലെ ഫെൻസിംഗ് നിർമ്മിക്കുവാനുള്ള തീരുമാനത്തിൽ വനംവകുപ്പ് വീഴ്ച വരുത്തുകയാണെന്ന് ആരോപണമുണ്ട്. കൃത്യമായ രീതിയിലുള്ള RRTയുടെ പരിശോധന ഇവിടെ കൃത്യമാക്കണം. അതേപോലെ തന്നെ കേന്ദ്ര ഫണ്ടിൽ നിന്നും MP ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും ഇതുവരെയായിട്ടും വനമേഖലാ കേന്ദ്രങ്ങളിൽ ഇതുവരെയായിട്ടും ഫെൻസിംഗ് പോലും നടത്താത്ത സാഹചര്യമാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകും. ആനയെ എത്രയും വേഗം കാട് കയറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശത്ത് RRT ടീമിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് അകത്തേത്തറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വളർത്തുനായയെ കടിച്ചുകൊന്നു. മൈത്രി നഗറിൽ രാധാകൃഷ്ണന്റെ വീട്ടിലാണ് പുലി എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. നായയുടെ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ പുലിയെ കാണുകയായിരുന്നു. നായയെ പിടികൂടിയ പുലി പിന്നീട് ഓടിമറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.